സത്യം സത്യമാ. ദൈവനാമത്തിന് ഏറ്റവും മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ആദ്യമായി സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ബൈബിളിലെ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 29 അധ്യായത്തിൻ്റെ 28 വാക്യം ആധാരമാക്കി ചില ധ്യാന ചിന്തകൾ നിങ്ങളുമൊത്ത് പങ്കിടുവാനായിട്ടാണ് ഞാൻ തുടർന്നുള്ള നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 29 അധ്യായം 28 വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. 2 താക്കോൽ വാക്കുകളാണ് ഈ വേദഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. ഒന്ന്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 2, വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് രഹസ്യമായ കാര്യങ്ങളും പരസ്യമായ കാര്യങ്ങൾ. വ്യക്തിപരമായ രഹസ്യങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഈ ലോകത്തിലില്ല. ഉദാഹരണമായി, എൻ്റെ മൊബൈൽ ഫോണിനോടും ATM കാർഡിനോടും ബന്ധപ്പെട്ട 4 അക്ക പാസ്വേഡ് നമ്പറുകൾ ഞാൻ മാത്രം അറിഞ്ഞിരിക്കേണ്ടവയും മറ്റുള്ളവർ ആരും അറിയാതിരിക്കാൻ തക്കണം ഞാൻ രഹസ്യമായി സൂക്ഷിക്കേണ്ടവയുമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവർ മാത്രം അറിയുന്ന കുടുംബത്തിലെ ആരോഗ്യ സംബന്ധവും സാമ്പത്തിക സംബന്ധവുമായിരിക്കുന്ന കുടുംബ രഹസ്യങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് സംബന്ധിച്ചായ വാണിജ്യ രഹസ്യങ്ങളുണ്ടാകും. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഉന്നത സൈനിക മേധാവികൾക്കും മാത്രം അറിയാവുന്ന രാജ്യ സുരക്ഷാ സംബന്ധമായ രഹസ്യങ്ങളുണ്ടാകും. ഡോക്ടർമാർ, അഭിഭാഷകന്മാർ തുടങ്ങിയതായ പ്രൊഫഷണലുകൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായ രഹസ്യങ്ങളുണ്ടാകും. അതെ, സർവാധികാരിയായ ദൈവത്തിന് താൻ പ്രപഞ്ചത്തിൻ്റെ സർവാധികാരിയായ ഭരണാധികാരി എന്ന നിലയിൽ മനുഷ്യർക്ക് മറച്ചു വച്ചിരിക്കുന്ന ധാരാളം രഹസ്യങ്ങളുണ്ട്. എന്നാൽ ദൈവം തൻ്റെ സർവാധികാരത്തിൽ ചില രഹസ്യങ്ങളെ അവയുടെ മറ നീക്കി തൻ്റെ സാദൃശ്യവും സ്വരൂപവും വഹിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ അനാവരണം ചെയ്തിരിക്കുകയാണ്. ഈ പ്രക്രിയയ്ക്കാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അതെ, ദൈവം തൻ്റെ അസ്തിത്വം സംബന്ധിച്ചും തൻ്റെ സ്വഭാവങ്ങൾ സംബന്ധിച്ചും തൻ്റെ പ്രവൃത്തികൾ സംബന്ധിച്ചും തൻ്റെ പദ്ധതികൾ സംബന്ധിച്ചുമാണ് ഇപ്രകാരം വെളിപ്പാടുകൾ നൽകിയിരിക്കുന്നത്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവം എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നത് സംബന്ധിച്ച്. സ്വഭാവങ്ങളെന്ന് പറയുമ്പോൾ ദൈവത്തിന് 2 തരം സ്വഭാവങ്ങളുണ്ട്, പകരാൻ കഴിയാത്തവയും പകരാൻ കഴിയുന്നവയും. പകരാൻ കഴിയാത്തവയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം അവകാശമുള്ളതും മനുഷ്യർക്ക് ഒരു കാരണവശാലും പ്രാപിപ്പാൻ കഴിയാത്തവയുമായ ദൈവത്തിൻ്റെ സർവാധികാരം, ദൈവത്തിൻ്റെ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപിത്വം, നിത്യത, മാറ്റമില്ലായ്മ, സ്വയം പര്യാപ്തത തുടങ്ങിയവ. പകരാൻ കഴിയുന്നവ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നതും മനുഷ്യർ പ്രാപിക്കണമെന്നും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നതായ തൻ്റെ സത്യസന്ധത, വിശുദ്ധി, വിശുദ്ധ, കോപം, ദയ, ദീർഘക്ഷമ, നീതി എന്നിങ്ങനെയുള്ളതായ സ്വഭാവം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി, പാപത്തിലുമായ മനുഷ്യവർഗത്തിന് രക്ഷ എന്നിങ്ങനെയുള്ളവ. തൻ്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ പഴയകാലത്തെ ഇസ്രായേൽ, പുതിയമകാലത്തെ തൻ്റെ പരിപാടിയായിരിക്കുന്ന സഭ, ഇതിന് ശേഷമുള്ളതായ പീഡനകാലം, 1000 ആണ്ട് വാഴ്ച, ന്യായവിധി എന്നിങ്ങനെ. അങ്ങനെ ദൈവത്തിൻ്റെ അസ്തിത്വം, തൻ്റെ സ്വഭാവങ്ങൾ, തൻ്റെ പ്രവർത്തികൾ, തൻ്റെ പദ്ധതികൾ എന്നിവ കൂടാതെ മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യർക്ക് തമ്മിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ധാർമ്മിക പ്രമാണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ആത്മീയ ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ വെളിപ്പാട് എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വെളിപ്പാടിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ, ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് ഒരു കാരണവശാലും അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട്, അവരുടെ അധ്വാനങ്ങൾ കൊണ്ട്, അവരുടെ അന്വേഷണങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട് ഈ സത്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, പ്രപഞ്ച സൃഷ്ടി നടന്ന ആദ്യ ആഴ്ചയിൽ 6-ാം ദിവസം മാത്രം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആദ്യ 5 ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ എന്താണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? അതെ, ഞാൻ വെളിപ്പാട് എന്ന വിഷയത്തിന് ഒരു നിർവചനം നൽകാനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. മനുഷ്യർക്ക് സ്വന്തം പരിശ്രമങ്ങളിലൂടെയും അധ്വാനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, പദ്ധതികൾ എന്നിവ സംബന്ധിച്ച ദൈവത്തിൻ്റെ അനാവരണമാണ് വെളിപ്പാട്. ശരി, വെളിപ്പാട് എന്ന വിഷയത്തെ നമുക്ക് 2 വിഭാഗങ്ങളിലായി പഠിക്കാവുന്നതാണ്. ഒന്നാമത്തെ വിഭാഗം പൊതു വെളിപ്പാട്, ജനറൽ റെവലേഷൻ. അവയ്ക്ക് 2 പര്യായപദങ്ങൾ കൂടിയുണ്ട്. പ്രകൃതി സംബന്ധമായ വെളിപ്പാട്, അതെ, നാച്ചുറൽ റെവലേഷൻ, അല്ലെങ്കിൽ അലിഖിത വെളിപ്പാട്, അതായത് അൺറിട്ടൺ റെവലേഷൻ. ശരി, 2ാം വിഭാഗം പ്രത്യേക വെളിപ്പാട്, സ്പെഷ്യൽ റെവലേഷൻ. അവയ്ക്കും അതിനും 2 പര്യായപദങ്ങളുണ്ട്. അതായത് പ്രകൃത്യാതീത വെളിപ്പാട്, സൂപ്പർ നാച്ചുറൽ റെവലേഷൻ, ലിഖിത വെളിപ്പാട്, റിട്ടൺ റെവലേഷൻ. ശരി, നമുക്ക് ആദ്യ വിഭാഗത്തെ പരിശോധിക്കാം. പൊതു വെളിപ്പാട്, അതായത് ജനറൽ റെവലേഷൻ. എന്നാൽ പ്രകൃതി സംബന്ധ വെളിപ്പാട്, അലിഖിത വെളിപ്പാട്, നാച്ചുറൽ റെവലേഷൻ, അൺറിട്ടൺ റെവലേഷൻ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദൈവത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. അതായത് ഈ
വാക്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത്, നാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം പൊതുവാളിപ്പാടിൻ്റെ ഭാഗമാണ്. ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ചുറ്റും നോക്കിയാൽ കര, സമുദ്രം എന്നിവ ഉള്ളടങ്ങിയിരിക്കുന്ന ഭൂമി, അവയിലെ നിരവധിയായിരിക്കുന്ന അസംഖ്യമായിരിക്കുന്ന വൈവിധ്യങ്ങളായിരിക്കുന്ന സസ്യ മൃഗജീവജാലങ്ങൾ, ഉന്നതങ്ങളായ പർവ്വതങ്ങൾ, അഗാധങ്ങളായ താഴ്വരകൾ, ഘോരങ്ങളായ വനങ്ങൾ, നദികൾ എന്നിങ്ങനെ പ്രകൃതി ദൃശ്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. എന്നാൽ നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ കഴിയാത്തവയും ദൂരദർശിനി ഉപയോഗിച്ച് മാത്രം കാണാൻ കഴിയുന്നവയും ദൂരദർശിനിയുടെ ദൃശ്യപരിധിക്കും അതീതമായിട്ടുള്ള എത്ര നക്ഷത്ര സമൂഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മറുവശത്ത് സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം കാണുവാൻ കഴിയുന്നവയും സൂക്ഷ്മദർശിനിയുടെ ദൃശ്യപരിധിക്കും കീഴെയുള്ള സൂക്ഷ്മാണു ജീവികളുടെ ലോകം എത്ര അത്ഭുതകരമാണ്. ഈ സത്യങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടത്. ഇവയ്ക്കെല്ലാം ഒരു കാരണം ആവശ്യമാണ്. ആ കാരണം ചാൾസ് ഡാർവിൻ ആവിഷ്കരിച്ച മഹാസ്ഫോടന സിദ്ധാന്തവും തുടർന്ന് കോടാനുകോടി വർഷങ്ങളിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന പരിണാമ പ്രക്രിയയുമാണെന്നുള്ള ചിന്ത എത്ര യുക്തിവിരുദ്ധമാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം ഒരു അകാരണ കാരണമാണ്. അതായത് ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യനും ബുദ്ധി, വികാരം, ഇച്ഛാശക്തി എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതയുള്ളവനും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമാണെന്നുള്ള ചിന്ത എത്ര യുക്തിസഹമാണ്. 10-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് പരിശോധിക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശപിതാവിനെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രസംഗരുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ ഒരിക്കൽ പറഞ്ഞു, നാം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്നതെല്ലാം ദൈവം എന്ന വ്യക്തിയുടെ നിശബ്ദരായ ദൃക്സാക്ഷി വിവരണക്കാരാണ്. വാട്ട് എവർ വി സീ അറൗണ്ട് വിത്ത് അവർ ഓപ്പൺ ഐസ് ആർ സൈലന്റ് കമന്റേറ്റേഴ്സ് ഓഫ് ദ പേഴ്സൺ ഓഫ് ഗോഡ്. ആകാശത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഭൂമിയിൽ നാം കാണുന്നതായ മഹാസമുദ്രങ്ങൾ, വൻകരകൾ, അഗാധങ്ങളായ താഴ്വരകൾ, ഉന്നതങ്ങളായ പർവ്വതങ്ങൾ, ഇവയെല്ലാം ഇടപെടാതെ നിരന്തരമായി ഇടവേളകളില്ലാതെ വിശ്രമമില്ലാതെ നിശബ്ദരായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവ ഏറ്റുപറയുന്നത്? ഞങ്ങളെല്ലാം വെറും സൃഷ്ടികൾ മാത്രമാണ്, ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, സർവാധികാരിയായ സൃഷ്ടാവ്, സർവശക്തനായ സൃഷ്ടാവ്, സർവജ്ഞാനിയായ സൃഷ്ടാവ്. അതെ, പ്രകൃതി എന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം സംബന്ധിച്ച് ഏത് മനുഷ്യനും വായിച്ച് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന എത്ര അമൂല്യമായ ഒരു തുറന്ന പാഠപുസ്തകമാണ്. ശരി, നമുക്ക് പൊതു വെളിപാടിൻ്റെ മറ്റൊരു പാഠപുസ്തകത്തെ പരിചയപ്പെടാം. റോമാലേഖനം 2-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ശ്രദ്ധിക്കുക, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇവിടെ നാം പരിചയപ്പെടുന്ന പൊതു വെളിപാടിന്റെ മറ്റൊരു പാഠപുസ്തകം മനസാക്ഷി. എന്താണ് മനസാക്ഷി? കള്ളം പറയുക, മോഷ്ടിക്കുക, ചതിക്കുക തുടങ്ങിയ ധാർമ്മിക നിയമ ലംഘനങ്ങൾ നടത്തുമ്പോൾ അവയ്ക്കെതിരെ പ്രവർത്തനക്ഷമമാകുന്നതും മനുഷ്യരെ അങ്ങനെയുള്ള കൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും പിന്തിരിഞ്ഞില്ലെങ്കിൽ ദോഷകരങ്ങളായ ഭവിഷ്യത്തുകളും ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ മനുഷ്യ വ്യക്തിത്വത്തിലെ ഉള്ളടങ്ങിയിരിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രതിഭാസമാണ് മനസാക്ഷി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നിയമങ്ങൾ എങ്ങനെ ഉണ്ടായി? നിയമങ്ങൾ ഒരിക്കലും തന്നെ ഉണ്ടാകില്ല. നിയമങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു നിയമനിർമ്മിതാവ് വേണം, ഒരു നിയമസഭ വേണം, ഒരു അസംബ്ലി വേണം, ഒരു പാർലമെന്റ് വേണം. മനസാക്ഷി അനുസരണത്തെയും, അനുസരണം നിയമത്തെയും, നിയമം നിയമനിർമ്മിതാവിനെയും, അതായത് ആത്യന്തിക നിയമനിർമ്മിതാവായ ദൈവത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചെറുതും വലുതുമായ ധാരാളം നീതിന്യായ കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. മനസാക്ഷി എന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്ന, ഉള്ളടങ്ങിയിരിക്കുന്ന പൊതുവെളിപാടിൻ്റെ പാഠപുസ്തകങ്ങളായ പ്രകൃതി, മനസാക്ഷി എന്നിവയെ നാം പരിശോധിക്കുകയായിരുന്നു. ഈ 2 പാഠപുസ്തകങ്ങളും ദൈവത്തിൻ്റെ അസ്തിത്വം സംബന്ധിച്ചും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംബന്ധിച്ചും ഏത് മനുഷ്യനും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാവുന്ന പാഠപുസ്തകങ്ങളായിരിക്കുന്നുവെങ്കിലും മനുഷ്യ വ്യക്തിത്വത്തിലേക്ക് നുഴഞ്ഞു കയറി വന്ന പാപം എന്ന പ്രശ്നം ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ അവനെ കഴിവില്ലാത്തവനാക്കുമാറ് മനുഷ്യരെ പാപപ്രശ്നം വ്യർത്ഥ ചിന്തകളിലേക്കും വ്യർത്ഥ നിരൂപണങ്ങളിലേക്കും നികൃഷ്ട ബുദ്ധിയിലേക്കും വിവേകമില്ലായ്മയിലേക്കും പരിജ്ഞാനമില്ലായ്മയിലേക്കും ആത്മീയ അന്ധകാരാവസ്ഥയിലേക്കും വീഴ്ചതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം പാപപരിഹാരമാണ്. എന്നാൽ പൊതുവെളിപാടിൻ്റെ പാഠപുസ്തകങ്ങളായിരിക്കുന്ന പ്രകൃതി, മനസാക്ഷി എന്നിവയുടെ രചനകളിൽ പാപം, പാപപരിഹാരം എന്നീ വിഷയങ്ങൾ ഉള്ളടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു പാഠപുസ്തകം മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമായിരിക്കും. ശരി, അതിലേക്കാണ് നാം രണ്ടാമതായിട്ട് പ്രവേശിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം വെളിപാട്, പ്രത്യേക വെളിപാട്, സ്പെഷ്യൽ റെവലേഷൻ, പ്രകൃത്യാതീത വെളിപാട്.
അതായത് സൂപ്പർ നാച്ചുറൽ റെവലേഷൻ, ലിഖിത വെളിപ്പാട്, റിട്ടൺ റെവലേഷൻ. ശരി, പ്രത്യേക വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃത്യാതീത വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? ലിഖിത വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അത് പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഈ പ്രത്യേക വെളിപ്പാടിനെക്കുറിച്ച്, അതായത് പ്രകൃത്യാതീത വെളിപ്പാടിനെക്കുറിച്ച്, ലിഖിത വെളിപ്പാടിനെക്കുറിച്ച് 7 യാഥാർത്ഥ്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. പ്രത്യേക വെളിപ്പാടിൻ്റെ ആദ്യത്തെ യാഥാർത്ഥ്യം, പ്രത്യേക വെളിപ്പാടിൻ്റെ ആത്യന്തിക ഉദ്ദേശം പാപികളായ നാശയോഗ്യരായ മനുഷ്യവർഗത്തിൻ്റെ ആത്മരക്ഷയാണ്. രണ്ടാം യാഥാർത്ഥ്യം, പ്രത്യേക വെളിപാട് ചരിത്രപരമാണ്, പുരോഗമനാത്മകമാണ്. ആദാം ഹവ്വ കുടുംബത്തിൽ ആരംഭിച്ച മനുഷ്യവർഗം അനേക കുടുംബങ്ങളായും വംശങ്ങളായും ജാതികളായും ജലപ്രളയം വരെ പെറ്റുപെരുകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജലപ്രളയത്തിന് ശേഷം നോഹയുടെ 3 മക്കളുടെ കുടുംബങ്ങൾ അനവധി കുടുംബങ്ങളായും വംശങ്ങളായും ജാതികളായും രാജ്യങ്ങളായും പുരോഗമിച്ച് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരിൽ നിന്ന് അബ്രഹാം എന്ന ഒരു വ്യക്തി വേർതിരിക്കപ്പെടുകയും ഇസ്രായേൽ എന്ന മഹാജാതിയായി തീരുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരി, മൂന്നാം യാഥാർത്ഥ്യം, പ്രത്യേക വെളിപാടിൻ്റെ ചരിത്ര സംബന്ധമായ പുരോഗമനത്തിൽ ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ ഇടപെടലുകൾ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നോഹയുടെ കാലത്തെ സാർവലൗകിക ജലപ്രളയം, ലോത്തിന്റെ കാലത്ത് സംഭവിച്ച സോദോം ഗോമോറ പട്ടണങ്ങളുടെ ഉന്മൂലനാശം, ഫറവോൻ ഭരണാധികാരിയായിരുന്ന മിസ്രൈം രാജ്യത്തെ പാഴും ശൂന്യമാക്കിക്കൊണ്ടുള്ളതായ 10 ബാധകൾ, അതിൻ്റെ ഫലമായി അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിൽ ചെങ്കടൽ കടന്നപ്പോൾ അതിൽ ഒരുക്കപ്പെട്ടതായ നടവഴി, 40 വർഷങ്ങൾ നീണ്ടുനിന്ന കനാൻ പ്രയാണ യാത്രയിൽ ഇസ്രായേൽ ജനത്തെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദിവസവും രാവിലെ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നതായ മന്ന, കനാൻ രാജ്യക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ സഹായിക്കുന്നതിനായി പകലിൻ്റെ സമയം 24 മണിക്കൂറായി ദീർഘമാക്കപ്പെട്ടത് എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ദൈവത്തിൻ്റെ പ്രകൃത്യാതീത ഇടപെടലുകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നാലാം യാഥാർത്ഥ്യം, പ്രത്യേക വെളിപാടിൻ്റെ പുരോഗതിയിൽ ദൈവത്തിൻ്റെ പ്രകൃത്യാതീത ഇടപെടലുകളിലൂടെ ദൈവ സ്വഭാവങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ സർവാധികാരം, സർവശക്തി, സർവജ്ഞാനം, വിശുദ്ധി, നീതി, കൃപ, സ്നേഹം, വിശ്വസ്തത എന്നിങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുന്നതിനാൽ പ്രത്യേക വെളിപാടുകൾ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന്, അതെ, ഓട്ടോബയോഗ്രാഫി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അഞ്ചാം യാഥാർത്ഥ്യം, പ്രത്യേക വെളിപാടുകളുടെ പുരോഗമനമായ ചരിത്രത്തിൽ നടന്നതായ ദൈവത്തിൻ്റെ പ്രകൃത്യാദി ഇടപെടലുകൾ ഒരിക്കലായി സംഭവിച്ചവയും അവ ആവർത്തിക്കപ്പെടാത്തവയുമാണ്. ആറാം യാഥാർത്ഥ്യം, പ്രത്യേക വെളിപാടുകളുടെ ചരിത്ര സംബന്ധമായ പുരോഗതിയിൽ ദൈവത്തിൻ്റെ പ്രകൃത്യാതീത ഇടപെടലുകളും അവയുടെ ഉദ്ദേശങ്ങളും അവയിലൂടെ വെളിപ്പെട്ട ദൈവിക സ്വഭാവങ്ങളും പിൻതലമുറക്കാർ അറിയുന്നതിനും ഗ്രഹിക്കുന്നതിനും വേണ്ടി അവ തെറ്റുകൂടാതെ കൃത്യമായി രേഖപ്പെടുത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തിരുന്നു. പഴയ കാലയളവിൽ പ്രവാചകന്മാരെയും പുതിയ കാലയളവിൽ അപ്പോസ്തലന്മാരുമാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചത്. ശരി, ഏഴാമത്തെ യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. പ്രത്യേക വെളിപാടുകളുടെ ചരിത്ര സംബന്ധമായ പുരോഗതിയിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാനാവാത്ത, ഒരിക്കലായി മാത്രം സംഭവിച്ച ഏറ്റവും നിസ്തുല്യവും ഏറ്റവും അന്യാദൃശ്യവുമായ ദൈവിക ഇടപെടൽ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവിക തൃത്വത്തിലെ രണ്ടാമനായിരിക്കുന്ന പുത്രനാം ദൈവത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള മനുഷ്യാവതാരവും തുടർന്നുള്ള 33.5 വർഷങ്ങളിലെ പാപരഹിതമായ മനുഷ്യാവതാര ജീവിതവും ആ ജീവിതത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് സംഭവിച്ചതായ അതിക്രൂരവും അതിനിന്ദാകരവും കഷ്ടാനുഭവപൂർണമായിരുന്ന ക്രൂശ് മരണവും, പാറയിൽ വെട്ടിയിരുന്ന കല്ലറയിൽ നടന്ന കബറടക്കവും പോരാ, 3-ാം ദിവസം അതിരാവിലെ കല്ലറയുടെ സകല ബന്ധനങ്ങളെയും ഭേദിച്ചുകൊണ്ട്, കല്ലറവാതുക്കൽ ഉരുട്ടി വെച്ചിരുന്ന ആ വലിയ കല്ലിനെ ഭേദിച്ചുകൊണ്ട്, അവയുടെ മേൽ പതിപ്പിച്ചിരുന്ന റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ ഭേദിച്ചുകൊണ്ട്, നിരന്തരം ജാഗ്രതയോടെ കാവൽ നിന്ന റോമൻ പടയാളികളെ ഭേദിച്ചുകൊണ്ട് സംഭവിച്ച മഹത്വപൂർണവും അത്യത്ഭുതകരവും അപ്രതിരോധ്യവുമായിരുന്ന പുനരുത്ഥാനവുമാണ് പ്രത്യേക വെളിപാടിൻ്റെ, പ്രകൃത്യാതീത വെളിപാടിൻ്റെ ലിഖിതരൂപമാണ് ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന ഈ ബൈബിൾ. ബൈബിൾ ദൈവത്തെ പരിമിതപ്പെടുത്തുകയല്ല, ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബൈബിളിലൂടെയാണ് പാപിയായ മനുഷ്യൻ തൻ്റെ പാപപ്രശ്നത്തെക്കുറിച്ചും പാപത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചും ബോധവാനാകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ കാൽവിൻ എന്ന വേദശാസ്ത്രി പറഞ്ഞത് പ്രത്യേക വെളിപാടിനെ കുറിച്ച് ഇങ്ങനെയാണ്: പൊതുവായ വെളിപാടിനെ ശരിയായി ദർശിക്കുവാൻ ആത്മീയ കണ്ണുകൾക്ക് കഴിയാതെ വണ്ണം പാപിയായ മനുഷ്യന്റെ ആത്മീയ കാഴ്ചശക്തി വികടമാക്കപ്പെട്ടിരിക്കുന്നതിന്റെ പരിഹാരത്തിനായി ദൈവം മനുഷ്യവർഗത്തിന് സമ്മാനിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ കണ്ണാടിയാണ് പ്രത്യേക വെളിപ്പാട്. സ്പെഷ്യൽ റെവലേഷൻ, ദ സ്പെഷ്യൽ ഐ ഗ്ലാസ് ദാറ്റ് ഗോഡ് ഹാസ് gifted to mankind to correct the astigmatism of its spiritual eyes that has perverted his visual capacity to focus correctly on general revelation. എന്നാ ശരി, നമുക്ക് പ്രാരംഭമായി വായിച്ച
വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ആവർത്തനം 29:28. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ള എത്രേ, വെളിപ്പെട്ടിരിക്കുന്നുവോ അയ്യോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. എന്താണ് പ്രത്യേക വെളിപാടിൻ്റെ ഉദ്ദേശം? എന്താണ് പ്രത്യേകാതീത വെളിപാടിൻ്റെ ഉദ്ദേശം? എന്താണ് ബൈബിളിൻ്റെ ഉദ്ദേശം? ഫറവോൻ്റെ അടിമത്തത്തിന് കീഴിൽ നിന്ന് രക്ഷ പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച് കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഒന്നാം തലമുറ ദൈവത്തോടുള്ള അനുസരണക്കേടിനും മറുതലിപ്പിനും ന്യായവിധി പ്രാപിച്ച് നശിച്ചു പോയതിനു ശേഷം കനാൻ ദേശം കീഴടക്കുവാനും സ്വന്തമാക്കുവാനും നിയോഗം പ്രാപിച്ച രണ്ടാം തലമുറയോട് മോശ ന്യായപ്രമാണത്തിന്റെ വചനങ്ങൾ ആവർത്തിച്ച് നൽകുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം. അതെ, മോശ ഗൗരവത്തോട് രണ്ടാം തലമുറ ഓർപ്പിക്കുകയാണ് ഈ ന്യായപ്രമാണം എന്തിനാണ് നൽകപ്പെട്ടത്, ബൈബിൾ എന്തിനാണ് നൽകപ്പെട്ടത്, ഇതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. അതിനുവേണ്ടിയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്, അതിനുവേണ്ടിയാണ് ദൈവവചനം നൽകപ്പെട്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൻ്റെ പുതിയ പതിപ്പായിരിക്കുന്ന 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രിയ ശിഷ്യനായ തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നു. നീയോ എന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നുണ്ട്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതെ, പഴയ പുതിയ തിരുവെഴുത്തുകൾ ഉള്ളടങ്ങിയിരിക്കുന്നതായ ബൈബിളിന് 2 ഉദ്ദേശങ്ങൾ. ഒന്ന്, പാപിയായ മനുഷ്യനെ രക്ഷയുടെ ആവശ്യകത സംബന്ധിച്ചും പ്രാപ്യത സംബന്ധിച്ച് ജ്ഞാനിയാക്കുക. 2, രക്ഷിക്കപ്പെട്ട മനുഷ്യനെ തികഞ്ഞവനാക്കുക. ശരി, നമുക്ക് ഒന്നാം ഉദ്ദേശം പരിശോധിക്കാം. പാപിയായ മനുഷ്യനെ അവൻ അത്യന്താപേക്ഷിതമായിരിക്കുന്ന രക്ഷയുടെ ആവശ്യകതയും പ്രാപ്യതയും സംബന്ധിച്ച് ജ്ഞാനിയാക്കി തീർക്കുക. ഒരു കണ്ണാടി നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ വെളിപ്പെടുത്തുന്ന പോലെ ബൈബിൾ നമ്മുടെ പാപത്തിൻ്റെ മാലിന്യങ്ങളെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ നീതിപ്രവർത്തികളും സൽപ്രവർത്തികളും ദൈവം കറപുരണ്ട തുണി പോലെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. പാപപ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് പാപിയായ മനുഷ്യൻ്റെ നീതിപ്രവർത്തികളും സൽപ്രവർത്തികളും മതകർമ്മ അനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും അപര്യാപ്തങ്ങളാണെന്നും അവനൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ടെന്നും ബൈബിൾ ഗൗരവമായിട്ട് അവനെ ഓർപ്പിക്കുന്നു. പാപിയായ മനുഷ്യന് പാപപ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ആവശ്യമായിരിക്കുന്ന രക്ഷിതാവിനെ ബൈബിൾ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ വിഷയം ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നതായ ബൈബിളിലെ സ്വർണ്ണവാക്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതെ, മനുഷ്യൻ തന്റെ പാപാവസ്ഥയിൽ ദൈവത്തോട് ഏറ്റവും ശത്രുത പുലർത്തിയിരുന്ന സമയത്താണ് ദൈവത്തിന് തന്റെ ഏറ്റവും വലിയ ഏകജാതനായ പുത്രനെ അവന് വേണ്ടി കൈവിടേണ്ടി വന്നത്. അതായത് നിന്ദാകരവും ക്രൂരവും കഷ്ടാനുഭവപൂർണമായ ഒരു ക്രൂശ് മരണത്തിനായി അത് മുഖാന്തരം അവൻ്റെ പാപ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനുമായി കൈവിടേണ്ടി വന്നത്. ദൈവം സ്നേഹപൂർവ്വം ത്യാഗപൂർവ്വം മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഈ മഹാരക്ഷയെ വിശ്വാസത്താൽ പാപിയായ മനുഷ്യനെ സ്വന്തമാക്കാവുന്നതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം അറിവ് എന്നതിനേക്കാൾ ആശ്രയിക്കുക, മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അർത്ഥം. വിശ്വാസത്തിൻ്റെ അനന്തരഫലമായൊരു പാപിയായ മനുഷ്യന് ലഭ്യമാകുന്നത് പാപത്തിൻ്റെ നിത്യശിക്ഷയായ നിത്യദണ്ഡനത്തിൽ നിന്നുള്ളതായ മോചനം മാത്രമല്ല, നിത്യസന്തോഷത്തിൻ്റെയും നിത്യാശ്വാസത്തിൻ്റെയും ഭവനമായിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള സൗജന്യ പ്രവേശനവുമാണ്. നാം പറയാറുണ്ടല്ലോ, ഇന്ത്യയിലെ താജ്മഹൽ ഉൾപ്പെടെ ലോകത്തിൽ ഏറ്റവും വലിയ 7 മഹാത്ഭുതങ്ങളുണ്ട്. അതെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ 7 മഹാത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ അധികാരി ദൈവം, ഏറ്റവും വലിയ പ്രേരണാശക്തി സ്നേഹം, ഏറ്റവും വലിയ ദാനം ഏകജാതനായ പുത്രൻ, ഏറ്റവും വലിയ ക്ഷണം ഏവനും, ഏറ്റവും വലിയ വിമോചനമാർഗം വിശ്വാസം, ഏറ്റവും വലിയ വിമോചനം നിത്യനാശത്തിൽ നിന്ന്, ഏറ്റവും വലിയ കൈവശാവകാശം നിത്യജീവൻ. അതെ, തിരുവെഴുത്തുകൾ പാപിയായ മനുഷ്യന് അവന് രക്ഷയുടെ ആവശ്യകതയും പ്രാപ്യതയും സംബന്ധിച്ച് ജ്ഞാനിയാക്കി തീർക്കുന്നു. 2-ാമത്തെ ഉദ്ദേശം നാം ശ്രദ്ധിച്ചതുപോലെ 3-ന്റെ 16-17 2 തീമോത്തിയോസ് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഉപദേശം എന്ന് പറഞ്ഞാൽ ശരിയായത് എന്തെന്നറിയുവാൻ, ശാസനം എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്തത് എന്താണെന്നറിയുവാൻ, ഗുണീകരണം എന്ന് പറഞ്ഞാൽ ശരിയാകുന്നത് എങ്ങനെയെന്നറിയുവാൻ, നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിയായതിൽ എങ്ങനെ നിലനിൽക്കും എന്നറിയുവാൻ. അതെ, ബൈബിൾ എത്രയും കൂടുതൽ വായിക്കുന്നു, എത്രയും കൂടുതൽ ധ്യാനിക്കുന്നു, എത്രയും കൂടുതൽ പഠിക്കുന്നുവോ, എത്രയും കൂടുതൽ ഹൃദയസ്ഥമാക്കുന്നു, എത്രയും കൂടുതൽ അനുസരിക്കുന്നുവോ, അത്രയും കൂടുതൽ നാം പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ മുക്തരാക്കപ്പെടും, അത്രയും കൂടുതൽ യേശു കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപരായി തീരുകയും ചെയ്യുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ള അത്രേ, അത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ബൈബിൾ ദൈവത്തിൻ്റെ പ്രത്യേക വെളിപ്പാടാണ്, പ്രകൃത്യാതീത വെളിപ്പാടാണ്, ലിഖിത വെളിപ്പാടാണ്. ബൈബിൾ നിങ്ങളെ പാപി എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഒരു രക്ഷയും രക്ഷിതാവിനെയും അത്യന്താപേക്ഷിതമാണെന്ന് ബൈബിൾ നിങ്ങളെ ഗൗരവപൂർവ്വം ഓർപ്പിക്കുന്നു. പാപങ്ങളുടെ പരിഹാരത്തിന് ദൈവ സ്വീകാര്യമായ പാപപരിഹാരം നിവർത്തിച്ച
ഏകരക്ഷിതാവായ യേശുവിനെ, അതായത് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ബൈബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ രക്ഷയും രക്ഷിതാവിനെയും സ്വന്തമാക്കിയിട്ടുണ്ടോ? സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ലളിതമായ രക്ഷമാർഗം നിങ്ങളിന്ന് തന്നെ സ്വീകരിക്കണമെന്നും അത് ഒരു കാരണവശാലും നഷ്ടമാക്കി കളയരുതെന്നും ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. റോമാലേഖനം 10-9 വാക്യം, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെ ശുശ്രൂഷയ്ക്കായി ശക്തീകരിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എനിക്ക് ഈ അവസരം തന്ന സത്യമായ ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സത്യം സത്യമാ സത്യം സത്യം